ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കണം എന്നാണ് പോലീസിൻ്റെ ആവശ്യം. ഇതേ തുടർന്ന് കുടുംബാംഗങ്ങളെല്ലാവരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടായിരുന്നു, കല്ലറ തുറക്കരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കേണ്ടായി, ഈ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവികമായ മരണത്തിന് കേസെടുക്കുമെന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കല്ലറ പൊളിക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് വിധി വന്ന ശേഷം മാത്രം എന്തെങ്കിലും തീരുമാനമെടുത്താൽ മതി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും പൊളിക്കുക തന്നെയാണ് ഉത്തമം. കാരണം അസ്വാഭാവികമായിട്ട് മരിച്ചിരിക്കുന്ന മരണകാരണം അവർ പറഞ്ഞ സമയത്ത് തന്നെയാണോ മരണം നടന്നിരിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ആസ്ട്രൽ പ്രൊജക്ഷൻ ആണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് ഇത് കണക്കിൻ്റെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ അച്ഛനും അമ്മയെയും പെങ്ങളെയും കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിയോട് ചോദിച്ചപ്പോൾ പ്രതി തന്നെ വെളിപ്പെടുത്തിയത് ഒരു അസ്ട്രൽ പ്രൊജക്ഷനാണ് എന്നാണ്. ഇത് അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കേണ്ടതിന് വേണ്ടി മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്ന അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് തന്നെ അന്വേഷിക്കണം. കാരണം സമാധിയാകുന്ന ഒരാളെ മരണശേഷമാണ് സമാധിയിലേക്ക് പോകുന്നത്. അത് തന്നെയല്ല, ഇത് ജീവനോട് തന്നെ കുഴിച്ചു മൂടിയോ അതെയോ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, കൊലപാതകമാണോ എന്നുള്ളത് വസ്തുത കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അഥവാ ഒരു മതാടിസ്ഥാനത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു ചുരുളഴിക്കുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം. ഇല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള ഓരോ പ്രവർത്തനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടൽ വളരെ പ്രയാസകരമായ ഒരു ദൗത്യമായിരിക്കും പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനും. ഇതേ സംബന്ധിച്ച് ഇത് അസ്വാഭാവികമായിട്ടാണ് മരിച്ചെങ്കിൽ സാധാരണ നോർമൽ ഒരു ഡെത്തല്ല. അവർ പറയുന്നുണ്ട് ഒരു സമയം, ആ സമയത്താണ് സമാധിയായെന്ന്. ആ സമയമല്ലാതെ അത് കഴിഞ്ഞ ശേഷമാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അതിനു മുമ്പാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിവാദത്തിലേക്കും അതുപോലെ തന്നെ വളരെ ഒരു പ്രശ്നത്തിലേക്കും വഴിവെക്കുന്നതായിരിക്കും. ഇങ്ങനെ അന്വേഷിച്ചതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എങ്കിൽ നാളെയും ഇതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ അരങ്ങേറുവാൻ സാധ്യതയുണ്ട്. അത് പോലീസിനും നാട്ടുകാർക്കും ജനങ്ങൾക്കും സർക്കാരിനും ഒക്കെ ഒരു വളരെ വെല്ലുവിളിയായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ചുരുളഴിക്കേണ്ടത് പൊതു സമൂഹത്തിൻ്റെ തന്നെ ഒരു ആവശ്യം കൂടിയാണ്.